GST പരിഷ്കരണത്തിന്റെ വിലക്കുറവ് സംസ്ഥാനത്ത് സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമായി തുടങ്ങി. പാലുൽപ്പന്നങ്ങൾ, ടൂത്ത് പേസ്റ്റ്, സോപ്പ് അടക്കം നിത്യോപയോഗ സാധനങ്ങൾക്കും നോട്ട്ബുക്ക്, പെൻസിൽ എന്നിങ്ങനെയുള്ള വസ്തുക്കൾക്കുമാണ് വില കുറഞ്ഞത്. കോഴിക്കോട് മീൻചന്ത KM സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഷബീർ ഒമറിന്റെ റിപ്പോർട്ട്. GST പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ വിവിധ വസ്തുക്കൾക്ക് വില കുറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം മുതൽ അത് എഫക്റ്റീവായി, അത് വില കുറച്ചിൽ എഫക്റ്റീവായി. നിത്യോപയോഗ സാധനങ്ങൾക്കും പലയിടങ്ങളിലും പല നിലയ്ക്ക് വില കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലുൽപ്പന്നങ്ങൾ, ഒപ്പം തന്നെ ബിസ്ക്കറ്റ്, കുട്ടികളുടെ ഡയപ്പർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ, നോട്ട് ബുക്ക്, അത്തരം വസ്തുക്കൾക്ക് വില കുറഞ്ഞിട്ടുണ്ട്. അത് പല സൂപ്പർ മാർക്കറ്റുകളിലും അല്ലെങ്കിൽ ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിലും അത് നടപ്പിലായി വരുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മീൻചന്തയിലുള്ള KM സൂപ്പർ മാർക്കറ്റിലാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ GST പരിഷ്കരണം നടപ്പിലാക്കണമെന്ന നിർദ്ദേശം വന്ന അന്നു മുതൽ തന്നെ ഈ വില കുറച്ചിൽ എഫക്റ്റീവ് ആയിട്ടുണ്ട്. അത് ഏതൊക്കെ മേഖലകളിലാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ പൗഡർ, അതായത് ടോക്കൺ പൗഡർ ഇനത്തിൽ 11.02% കുറവ്, പക്ഷെ അത്രയും ശതമാനം കുറവ് ഇതിൽ വന്നിട്ടുണ്ട്. അത് അവർ കൃത്യമായി തന്നെ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ആ വില കുറവ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് മറ്റ് മേഖലകൾ നോക്കുമ്പോൾ ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, അവിടെയും വില കുറച്ചിട്ടുണ്ട്. അവിടെയും ഏതാണ്ട് 11.02%, അതായത് പൗഡറിന് കുറഞ്ഞിട്ടുള്ള അത്രയും തന്നെയാണ് ഈ ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ് എന്നുള്ള നിലയ്ക്ക് കുറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കാനുള്ളത് കുട്ടികളുടെ ഡയപ്പർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല ആളുകൾക്ക് സോപ്പിനും, അതും പറയണം, സോപ്പിനും വില കുറഞ്ഞിട്ടുണ്ട്. സോപ്പും ഈ പറഞ്ഞതുപോലെ 11.02% MRPയിൽ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് നേരത്തെ പറഞ്ഞ ഡയപ്പർ, അതായത് കുട്ടികളുടെ നാപ്കിൻ, അത് 6.25% ഈ MRPയിൽ കുറവ് എന്നുള്ളത്. അതായത് 189 രൂപയുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ, നാപ്കിൻ വാങ്ങുകയാണെങ്കിൽ ഇത്രയും പെർസെൻറ്റേജ് 6.25% കുറവ് വരും. ഒപ്പം തന്നെയാണ് നോട്ട്ബുക്ക്. ആ നിലയ്ക്ക് നോട്ട്ബുക്ക് ഇവിടെയാണുള്ളത്. നോട്ട്ബുക്ക്, പെൻസിലുമുണ്ട്. അത് കൃത്യമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. 10.72% ഇതിൽ കുറവ് വന്നിട്ടുള്ളത്. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാലുൽപ്പന്നങ്ങൾ പറഞ്ഞു. അതിൽ തന്നെ ഐസ്ക്രീം, അത്തരം സാധനങ്ങൾ ഉൾപ്പെടും. മിൽക്ക് പ്രൊഡക്റ്റ്, അതായത് പാലുൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റിന് വില കുറഞ്ഞതാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. 4.77% ഈ ഗുഡ് ലൈഫ് നന്ദിനി പ്രൊഡക്റ്റാണ്. അതുമായി ബന്ധപ്പെട്ട് ഇത്രയും പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. പാലുൽപ്പന്നങ്ങൾ കുറയുമെന്ന് പറയുമ്പോൾ ഐസ്ക്രീമിനും ഈ കുറച്ചിൽ വരും. മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്തായാലും ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റിൽ കൃത്യമായി തന്നെ ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെ സാധനങ്ങൾക്കാണ് വില കുറഞ്ഞിട്ടുള്ളത് എന്ന് കൃത്യമായി തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ബിസ്ക്കറ്റിനാണ്. ബിസ്ക്കറ്റിന് 11.02%, 11.02% ബിസ്ക്കറ്റ്, അത്തരം ഉൽപ്പന്നങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനി മറ്റൊന്ന് ഈ ഭാഗത്താണ് പാലുൽപ്പന്നങ്ങൾ വരുന്ന ഭാഗം. ഇവിടെ ഈ പാലുൽപ്പന്നങ്ങൾ കൃത്യമായി തന്നെ ബട്ടർ ആൻഡ് ചീസ് 6.25% കുറഞ്ഞിട്ടുണ്ട്. വാട്ടർ, കുടിവെള്ളത്തിനും വില കുറഞ്ഞിട്ടുണ്ട്. 11.02% കുടിവെള്ളത്തിന് വിലക്കുറവ് വന്നിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് ഇനി ഷാമ്പു, അത്തരം ഉൽപ്പന്നങ്ങൾ, ഹെയർ ഷാമ്പു ഉൽപ്പന്നങ്ങൾക്കും 11.02%. അപ്പോൾ ഏതാണ്ട് ഇത്തരം സാധനങ്ങൾക്കാണ്, അതായത് പാലുൽപ്പന്നങ്ങൾ, ഒപ്പം തന്നെ സോപ്പ്, ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, കുട്ടികളുടെ നാപ്കിൻ ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കാണ് പ്രധാനമായും, നോട്ട് ബുക്ക്, പെൻസിൽ ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കാണ് പ്രധാനമായും കുറവ് വന്നത്. ഇപ്പോൾ ഇതിനോടൊപ്പം സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമകളും മാനേജറും ചേരുന്നുണ്ട്. എങ്ങനെയാണിത് എഫക്റ്റ് ആയിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം മുതൽ തന്നെ എഫക്റ്റ് ആയിട്ടുണ്ട്. അതെ, ഇന്നലെ മുതലാണ് GSTയിൽ മാറ്റം വന്നു തുടങ്ങിയത്. നമ്മൾ വന്ന അന്ന് മുതൽ, ഇന്നലെ മുതൽ തന്നെ കസ്റ്റമേഴ്സിന് ആ പ്രൈസിലെ വേരിയേഷൻസ്, ടോട്ടലി ഐറ്റംസിന് മാറ്റം വരുത്തി അത് ഇപ്പോൾ ബില്ല് ചെയ്തുകൊണ്ടിരിക്കും. ഇന്നലെ മുതൽ തന്നെ കൊടുത്തു തുടങ്ങി. ഇതിപ്പം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നടപ്പിലായി വരുന്നതല്ലേ ഉള്ളൂ. അപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒരു പക്ഷേ നമുക്ക് ഉപഭോക്താക്കൾക്ക് അത് കിട്ടിക്കൊള്ളണമെന്നില്ല, അല്ലേ? അത് സോഫ്റ്റ്വെയറിൻ്റെ ഒരു എഫക്റ്റീവ് പോലെ ഉണ്ടാവും. അത് പെട്ടെന്ന് മാറ്റാൻ കഴിയുന്നതും ഇതന്നെ കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ എഴുന്നിട്ടാണ് നമ്മൾ ചെയ്തത്. ചില സോഫ്റ്റ്വെയറിൽ അത്ര പെട്ടെന്ന് കഴിഞ്ഞില്ല എന്ന് വരും. നമുക്കത് കഴിഞ്ഞതുകൊണ്ട് ഇന്നലെ നമ്മൾ ഷോപ്പ് തുറക്കാൻ പറ്റി. മറ്റൊരു ഷോപ്പ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവില്ല. ഇതിപ്പം നിങ്ങളുടെ മറ്റ് ശാഖയിലും അതെ, നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും ഈ ഒരു പ്രൈസിങ്ങിൽ GST പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള GSTയിൽ ബില്ല് ചെയ്ത് തുടങ്ങി. ഇതിപ്പം